സാധനങ്ങളെല്ലാം ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പലതരം പച്ചക്കറികളൊക്കെ അന്ന് അവർ ആ പേടകത്തിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അന്ന് വെള്ളപ്പൊക്കം കഴിഞ്ഞു, ഭൂമിയെല്ലാം ശാന്തമായി എന്ന് നോഹ മനസ്സിലാക്കിയത് പറത്തുവിട്ട ഒരു പ്രാവ് ചുണ്ടിൽ ഒരു ഇലയുടെ ഒരു പച്ച ഇലയുമായിട്ട് മടങ്ങി വന്നു കഴിഞ്ഞപ്പോഴാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പെട്ടകത്തിൽ നിന്ന് അവർ വെളിയിലിറങ്ങിയത്. നോഹയും കൂട്ടാളികളും പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ വിശ്വസിക്കാതെ വെളിയിലുണ്ടായിരുന്നവരുടെ അവസ്ഥ ഇതായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു പെയിൻറ്റിങ്ങാണിത്. ദൈവം പ്രളയം കൊണ്ട് ഭൂമിയെ നശിപ്പിച്ചോ നോഹ പെട്ടകം പെടുത്തോ എന്നുള്ളതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ മലയാളി അടുത്തിടെ നേരിൽ കണ്ട ഒരു പ്രളയമുണ്ട്. അന്ന് ചില നല്ല മനുഷ്യർ തങ്ങളുടെ ജീവിതമാർഗമായ പെട്ടകവുമായി അവരുടെ രക്ഷയ്ക്കെത്തി. പല നോഹമാരും തങ്ങളുടെ ഗേറ്റും വീടുകളുമൊക്കെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി തുറന്നിട്ട് കൊടുത്തു. നോഹയുടെ പെട്ടകം കാണുന്നതിന് വേണ്ടി അമേരിക്കയിലെ കെൻഡക്കിയിൽ വരെ എത്തേണ്ടത് ആവശ്യമില്ല. നിങ്ങൾ ചുറ്റും കണ്ണു തുറന്നൊന്ന് നോക്കിയാൽ മതി. നോഹയാകുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ അരുളപ്പാടിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യവുമില്ല. ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങളുടെ ഹൃദയവും മനസ്സും ഒന്ന് തുറന്നിട്ട്